ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കിപ്പം തൊടിയിലൊക്കെ പാവലിൻ്റെ കൃഷിയുള്ളവർ ഒരുപാട് സീസൺ ആകുമ്പം ഒരുപാട് കായകൾ കിട്ടും. നമുക്കത് ശേഖരിച്ച് വെക്കേണ്ട ഒരു പ്രക്രിയയാണിത്. അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള കൊണ്ടാട്ടം കൂട്ടി ഊണ് കഴിക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗുണം ഒട്ടും നഷ്ടപ്പെടുത്തില്ല. നമ്മൾ അപ്പോൾ വെളിച്ചെണ്ണ വറുത്തെടുത്തില്ലെങ്കിലും നമുക്കല്ലാതെ തന്നെ ആയാലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ആദ്യമേ തന്നെ ഞാനിത് നല്ലപോലെ 3-4 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിയാം. കൂടുതലും പേര് ഇത് വട്ടത്തിലായിരിക്കും അരിയുന്നത്. ഞാനിന്ന് വട്ടത്തിലല്ല അരിയുന്നത്, ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അരിയുന്നത്. ഇങ്ങനെ നമ്മൾ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുക. അപ്പം അരിയൊന്നും എടുത്ത് കളയേണ്ട കാര്യമില്ല, നമ്മൾ അത് ഉണങ്ങുമ്പോൾ അങ്ങ് മാറിപ്പോയിക്കോളും. ഇനി ഇത് കീറുക. ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും. നീളത്തിലാണ് അരിയുന്നത്, അപ്പം ചുരുങ്ങി പോത്തുമില്ല. നമുക്ക് വറുത്ത് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഇനി എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മളിതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല കനം കുറച്ച് അരിയണം. അപ്പോൾ ഒറ്റ വെയിലിൽ ഇത് ഉണങ്ങി കിട്ടും. നമ്മളിത് പച്ചയ്ക്ക് തന്നെയാണ് ഉണക്കുന്നത്. ഞാനിവിടെ സ്പെഷ്യലായിട്ടൊരു ശകലം മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം ഒരു എരിവൊക്കെ ഉണ്ടാവുമല്ലോ. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് പുരട്ടിയിടുകയാണ്. ഉപ്പ് പുരട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇനി നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണക്കാനൊക്കെ വേണ്ടി ബെഞ്ച് വാർത്തിട്ടേക്കുന്നതാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഈ വെയിലത്ത് നമുക്കിത് പറക്കിയിടാം. ഇല വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഞെവിടി ഉപ്പും മുളകും എല്ലാം ഒന്ന് പിടിച്ച് എടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം പറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇലയിലോട്ട് ഒന്നിലൊന്ന് തൊടാതെ ഇട്ട് കൊടുക്കണം. ഒരൊറ്റ വെയിൽ മതി നമുക്കിത് ഉണങ്ങിയെടുക്കാൻ. അപ്പം നമ്മുടെ കൊണ്ടാട്ടം എല്ലാം നല്ല വൃത്തിയായിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് പാവയ്ക്ക കിട്ടുമ്പം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പാവയ്ക്ക എല്ലാം കണ്ടില്ലേ, ഉണങ്ങി ഇലയെല്ലാം ചുളുങ്ങി കൂടി. കണ്ടില്ലേ, ഉണങ്ങി നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം നമുക്ക് തയ്യാറാക്കാം. ഇതൊക്കെ ഇതിൽ എയർ ടൈറ്റായിട്ടുള്ള ടിന്നിൽ നമ്മൾ വെച്ചിരുന്നാൽ അത്യാവശ്യം എടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. എല്ലാം നമുക്ക് ഇനി പാത്രത്തിലോട്ടാക്കാം. ഇതെൻ്റെ പാളപാത്രമാണ്. കണ്ടില്ലേ, നാച്ചുറലായിട്ടുണ്ടായ പാത്രമാണ്. പച്ചപ്പാള കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തതാണിത്.